രാത്രി പുറത്തൊന്ന് കറങ്ങാൻ പോകില്ല. ഈ കാടൻ തല വെട്ടി ഒതുക്കാൻ പോവാണ്. ഉത്സവമായി തറവാട്ടമ്പലത്തിൽ. അപ്പം അതിനൊരു കാടൻ തലക്കൊന്ന് വെട്ടി ശരിയാക്കാൻ ചോദിച്ചു. അപ്പം നമ്മൾ നൈറ്റ് റൈഡ് മുടി വെട്ടുക. ഇവിടെ പരിപാടി വെച്ച് അവതരിപ്പിച്ചാലും ഇതേപോലെ എന്ന് പറഞ്ഞ പോലെ പുറത്ത് മൊബൈലിനും പെട്രോൾ ഉണ്ടാവില്ല. എന്നും അച്ഛൻ്റെ വണ്ടി പോയിട്ടുണ്ട് ഗതികേടാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ വരെ എത്താനുള്ള പെട്രോൾ എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്തൊരു വിരുന്നുണ്ട്. ആ വിരുന്നിൻ്റെ ക്ഷണിക്കാൻ വേണ്ടി ചേച്ചിയും ചേട്ടനും വന്നിട്ടാണ്. സമയം ഇപ്പോൾ രാത്രി 8 മണിയൊക്കെ ആയി. അവർക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുടി വെട്ടാൻ പോയി. എന്തായാലും ഞായറാഴ്ച എന്നറിയാം, എന്തായാലും പുറത്ത് പോകുമെന്നറിയാം. പക്ഷേ ഭയങ്കരമായിട്ട് നേരം വൈകി. പ്രത്യേകിച്ച് ഞായറാഴ്ച കൊണ്ട് കടകളൊക്കെ വേഗം അടച്ചു. എന്തായാലും പുറത്തിറങ്ങി ചായ കുടിക്കും, അത് നിർബന്ധമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ ചായക്കടകളൊക്കെ അടച്ചിട്ടായിരുന്നു ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം. പക്ഷേ ഇപ്പം മിക്ക കടകളും തുറന്നു. എന്തായാലും മുടി വെട്ടാൻ പോവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഏറെക്കുറെ. ഞാനാ ലേറ്റ് അടിക്കുന്നത്. കാശി ഒരു പാട്ട് പാടിയേ. എന്ന് 1-ാം തീയതി ബുധനാഴ്ച എന്തേ ലീവ് എടുത്തോളോട്ടാ. മുത്തപ്പൻ്റെ കളുണ്ട് ഉത്സവത്തിന് അന്ന് പറഞ്ഞേക്ക്. ഉത്സവത്തിന് രാവിലെ അല്ലേ കളം 11 മണിക്ക്. അന്ന് പറഞ്ഞേക്കിട്ട് ഉണ്ണി എടുത്ത് ലീവാന്ന്. മുടി വെട്ടിയാ കടടച്ചു അല്ലേ? പറയ്. മുടി വെട്ടാ കടിക്കായിട്ട് ചിക്കൻ കട്ട്ലേറ്റാണ്. 3 ചിക്കൻ കട്ട്ലേറ്റും ഒരു വടയും 2 പാൽച്ചായയും ഒരു കട്ടൻ ചായ പറഞ്ഞു. ചായ കിട്ടുന്നവരെ കോപ്രായം തുടരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചൂടുണ്ടോ കാശിയെ? ചൂടുണ്ടോ? നമ്മുടെ ഫുള്ളായിട്ടിരിക്കല്ലേ. കഴിഞ്ഞ് മതിട്ടാ. കുറച്ച് മതി. ഞാൻ എഡിറ്റ് ചെയ്ത് പാലും പഴവും പഠിച്ചതിന് ശേഷം പാലും പഴവും വാങ്ങിയില്ലേ? ഞങ്ങൾ പോയിട്ട് വന്നു. പക്ഷേ മുടി മാത്രം വെട്ടിയില്ല. കടകളൊക്കെ അടച്ചു. അപ്പം നാളെ പോവാന്ന് പറഞ്ഞു. കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചു. മുടി വെട്ടിയാ?
വളരെ നേരത്തെ ആയതുകൊണ്ട് പോയതുകൊണ്ട് കടകളൊക്കെ അടച്ചു. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടി ആയിരുന്നു. വേഗം സൺഡേ ആയിരുന്നു. കാശിക്കൂട്ടാ ഈ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേട്ടാ അവിടെ എന്തുണ്ട്? അപ്പോൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.